വെൽക്കം ടു ഇറ്റ് അനദർ വ്ളോഗ് ഓഫ് സൂപ്പർ സുറു യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ്. ബിക്കോസ് നമ്മളുടെ ലൈഫിൽ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന ഫസ്റ്റ് വണ്ടി എടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ഞാൻ, ഇക്ക, ഫാദു, കുഞ്ഞാറ്റ, ഞങ്ങൾ ഇത്ര പേരാണ് പോയത്. നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്റേഴ്സ് മാത്രമേ ദൂരം ഉണ്ടായിരുന്നുള്ളൂ ഷോറൂമിലേക്ക്. സോ നമ്മൾ ഓട്ടോ എടുത്തിട്ട് ഓട്ടോയിലാണ് പോയത്. നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ നോർമൽ എടുക്കണോ അതോ ഇലക്ട്രിക് എടുക്കണോ, അങ്ങനെ കുറേ ആലോചിച്ചതിന് ശേഷം നമ്മൾ ഏതർ എടുത്തത്. ഈ കാണുന്നതാണ് നമ്മളുടെ വണ്ടി. ഏതർ എടുക്കാനുള്ള മെയിൻ റീസൺ നമുക്ക് സർവീസ് കിട്ടാൻ ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ സർവീസ് സെൻ്റർ ഉണ്ട്. സോ നമ്മൾ അതുകൊണ്ടാണ് ഏതർ എടുക്കാനുള്ള മെയിൻ റീസൺ. പിന്നെ വണ്ടി നല്ല ലുക്കുണ്ട്, ഓട്ടിച്ച് നോക്കിയപ്പോൾ നല്ല കംഫർട്ടും ആണ്. അതിനുശേഷം അവർ നമുക്ക് ഈ ബാറ്ററി വാറണ്ടി, വെഹിക്കിൾ വാറണ്ടി, അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ശേഷം വീണ്ടും എന്തൊക്കെയോ പേപ്പേഴ്സ് സൈൻ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ സൈൻ ചെയ്തിട്ട് ഏതറിൻ്റെ തന്നെ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് നമ്മളുടെ ഫോണിലുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വെഹിക്കിളിൻ്റെ A to Z കാര്യങ്ങൾ, എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ട്, നമുക്ക് ആ ചാർജ് വെച്ചിട്ട് എത്ര കിലോമീറ്റേഴ്സ് റൺ ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് വണ്ടിയുടെ A to Z കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മൾ പിന്നെ വണ്ടി ഇത് മാറ്റാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും വീണ്ടും അവർക്ക് ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ്, അങ്ങനെ നമ്മളിത് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളുടെ വണ്ടി അൺബോക്സ് ചെയ്തു. ഞാനും ഫാദും കുഞ്ഞും കൂടെയാണ് വണ്ടി അൺബോക്സ് ചെയ്തത്. പിന്നെ വീണ്ടും വണ്ടിയുടെ എങ്ങനെയാണ് വണ്ടി ഓപ്പറേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്ന് അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി ഹെൽമെറ്റ് കിട്ടി കേട്ടോ. പക്ഷേ സാധാരണ ഇത്രയും ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് കിട്ടുമോയെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. ഇത് നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ഹെൽമെറ്റായിരുന്നു. ശേഷം നമ്മൾ കീ ഹാൻഡ് ഓവറിങ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയി. ആദ്യം നമ്മളുടെ മെഹക്കിൽ പോയി ഉമ്മായും ചേട്ടത്തിയൊക്കെ വണ്ടി കാണിച്ചതിന് ശേഷം എൻ്റെ വീട്ടിൽ പോയി ഉമ്മച്ചിയും സുമീർ റിയാദനെയൊക്കെ വണ്ടി കാണിക്കാമെന്നുള്ള പ്ലാനിൽ നമ്മളത് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കുഞ്ഞു ഉറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ആയി. നമ്മളുടെ പുതിയ വണ്ടിയായിട്ട് നമ്മളുടെ വീട്ടിലോട്ട് പോയപ്പോൾ തന്നെ ഉമ്മായും ചേട്ടത്തിയൊക്കെ വന്ന്. പിന്നെ ദാമിയെ നമ്മൾ കൊണ്ടുപോയില്ലല്ലോ, അതുകൊണ്ട് ദാമിയും കൊണ്ട് ഒരു റൗണ്ട് വണ്ടിയിലൊക്കെ കറങ്ങിയതിന് ശേഷം നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോയി. കുഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിയതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ലേറ്റായി. അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കും രാത്രിയായി. നമ്മൾ വീട്ടിൽ പോയപ്പോഴത്തേക്കും പിന്നെ ഉമ്മച്ചി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസാനും എസാമും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അവളെ കൊഞ്ചിച്ചതിനൊക്കെ ശേഷം വണ്ടിയൊക്കെ ചെന്ന് നോക്കി. റിയാദിന് വണ്ടി ഒന്ന് ഓട്ടിച്ചൊക്കെ നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അവരിങ്ങനെ പറയുവാണ്. പിന്നെ നമ്മൾ കുറച്ചധികം നേരം അവിടെ നിൽക്കാമെന്ന് കരുതി പോയെങ്കിലും നമ്മൾ നിന്നില്ല, കാരണം നല്ല ലേറ്റായി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ.